നെക്സ്റ്റ് വേണ്ടത് മസാലകൾ, പിന്നെ അരി. രണ്ട് ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. ഈ ബൗളിൽ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ബൗൾ ഇതാണ്. ഈ ബൗളിൽ 2 ബൗൾ വേണം. നീരുള്ളി, കറുവപ്പട്ട, കാഷ്യൂ, മുന്തിരി, ഇത്രയാണ് വേണ്ടത്. ഞാൻ കുക്കറിൽ അടിപൊളി ഒരു ബിരിയാണി വെച്ച് തരാം. പിന്നെ കുറച്ച് മിൽമാഗി. ഓക്കെ, ഇത് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നീരുള്ളി നന്നായിട്ട് റോസ്റ്റാക്കിയെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ബിരിയാണീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. തട്ടിക്കൂട്ട് ബിരിയാണി തട്ടിക്കൂട്ടൽ ബിരിയാണി, ബിരിയാണി. കുക്കറിലാണ് റൈസ് വെക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നീരുള്ളി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മളെ കാഷ്യൂ മുന്തിരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂ കളഞ്ഞിട്ടാലോ, ഉള്ളി നല്ലോണം റോസ്റ്റായി. അപ്പോൾ നമുക്കിത് ഇറക്കാം. വെച്ച് വന്നിട്ട് തെക്കാക്കിയിട്ട് പാഞ്ഞ കഴിച്ചാണ്. അപ്പോൾ ഇതാ ചോറും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നെയ്ച്ചോറിനെ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കളർ മിക്സ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം മസാല, ചിക്കൻ മസാലേൻ്റെ കൂട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് റൈസ് ഇട്ടിട്ട് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ വറുത്ത് കോരിയെടുത്ത നീരുള്ളി, മുന്തിരി, അണ്ടി, പിന്നെ മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ടത് ഒന്ന് മേലെ ഇട്ട് ഒന്നും കൂടി ദമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1/2 മണിക്കൂർ കൊണ്ട് റെഡിയാക്കിയ ബിരിയാണിയാണ്. ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ബിരിയാണി നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇതുപോലെ തട്ടിക്കുട്ടി ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കാം. എൻ്റെ ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചിക്കൻ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഫ്രൈഡേ അല്ലേ, വേറെ എന്ത് കറി വെക്കാൻ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ ചിക്കൻ ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കിയത്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് കറി വെക്കാൻ എന്തില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആവണ്ട. ഇതുപോലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. കഴിക്കാൻ നല്ല രസം ഉണ്ടാവും, പണിയും ഈസിയിലാവും. അപ്പോൾ എൻ്റെ